ദുർഗന്ധം മാറി സുഗന്ധം പരന്ന് കുന്നംകുളം നഗരത്തിലെ പുതിയ മുഖച്ഛായ കൈവരുമ്പോൾ അതിനായി സർവ്വ പിന്തുണയും നൽകിയ ഒരാളുണ്ട്. പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനും മലായ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ അബൂബക്കർ ഹാജിയാണ് നഗരസഭയുടെ അഭ്യർത്ഥന മാനിച്ച് പട്ടണ ഹൃദയത്തിന് ഹരിതമുഖം നൽകുവാൻ നേതൃത്വപരമായ പങ്കുവഹിച്ചത്. പഴഞ്ഞി കരിക്കാട്ടെ അബൂബക്കർ ഹാജിയുടെ വീട്ടിലെത്തിയാൽ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് നമ്മെ വരവേൽക്കുക. അലങ്കാര ചെടികളുടെ വലിയ സാമ്രാജ്യം തന്നെയാണ് ഇവിടെ തലയുയർത്തി നിൽക്കുന്നത്. തനതിനങ്ങളെക്കാളും കൂടുതൽ വിദേശി സസ്യങ്ങളാണ് കാഴ്ചയുടെ വസന്തം തീർക്കുന്നത്. ആയിരങ്ങളിലും പതിനായിരങ്ങളിലും ലക്ഷത്തിലും ഒതുങ്ങാത്ത വിലയുള്ളവയാണ് ഇവ. എങ്ങനെ ഇത്തരമൊരു ഹോബിയിലേക്ക് എത്തിയെന്നതും ഇതിന്റെ പരിപാലനവും സംബന്ധിച്ച മലായ അബൂബക്കർ ഹാജി വിശദീകരിക്കുന്നു. വളരെ മനോഹരമായ ഒരു പൂന്തോട്ടം ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് അതിന്റെ ഒരുക്കിയത്, എങ്ങനെയാണ് അതിന്റെ പരിപാലനം, വിശദമായ എല്ലാ വിവരങ്ങളും എങ്ങനെയൊക്കെ? ഇതിലിപ്പോ നിങ്ങൾക്ക് കാണാൻ ഞാൻ 100-ൽ പരം ചെടികളാണ് കുന്നോളം മുനിസിപ്പാലിറ്റിക്ക് വേണ്ടിയിട്ട് അവിടെ ആടേനെ ടവർ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാർ ചോദിക്കുന്നത് എങ്ങനെ അബൂബക്കർ കഴിയും, അതിന്റെ ഒരു രക്തചുരുക്കം ഞങ്ങൾക്ക് തരാമെന്നാണ്. അവിടെ നിങ്ങൾ അതിന്റെ ചെടിനെ പറ്റി കാണുന്നതിൽ ഇതാണ് ഇതിന്റെ വിത്ത്. ഈ ആനക്കൊമ്പുമാരി വരുന്നതാണ് ഇതിന്റെ വിത്ത് തന്നിട്ടാണ്. ഈ പൂവിൽ നിന്ന് വിരിഞ്ഞിട്ട് വരുന്നതാണ് ഇതിന്റെ വിത്ത്. ഈ വിത്ത് എങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഇതില് ഈ സൈസ് ഇപ്പൊ ഞാൻ ഇതിനെ ഉണക്കാട്ടിരിക്കുകയാണ് വെച്ചിട്ട് ഡൊബയിലിട്ടിട്ട് ഇതേമാതിരിയുള്ള ഈ ചെടിയുണ്ട്. ഞാൻ ഇതിൽ ഉണക്കാൻ പറ്റിയാണ് അതിന്റെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൂപ്പന്താടി മാതിരിയാണ് ഇതിന്റെ ഇത് വരുന്നത്. ഇത് വന്നിട്ട് ഇതിന്റെ രണ്ട് സൈഡ് പൊളിച്ചുണ്ടാക്കിയിട്ട് ഇതിന്റെ വിത്തുകളാക്കി. ആ വിത്തുകള് നിങ്ങൾക്ക് മുളപ്പിച്ചേക്കാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരും ഒന്നിട്ട് വരും. ആ വിത്തുകൾ മുളപ്പിച്ച് കാണുന്നുണ്ടെങ്കിൽ വരും. ആ വിത്തുകൾ മുളപ്പിച്ചുണ്ടാക്കിയാണ് ഈ കാണുന്നത്. ഇത് ഞാനൊരു 3 ആഴ്ച മുന്നേ മുളപ്പിച്ചെടുത്തലാണ് കേട്ടോ. ഇങ്ങനെ മുളപ്പിച്ചെടുക്കുന്നത്. ഇനി ഇതിലുള്ളത് ഇതിനെ സെപ്പറേറ്റ് ആക്കലാണ്. ഈ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി വെച്ചുള്ള ഗ്ലാസ്സുകൾ നീ കാണാം കേട്ടോ. ഇതിനെ ഞാൻ ഇത് ട്രയൽ ബേസിൽ വെച്ചാണ് വരഞ്ഞെടുത്തിട്ട് ഇതിന് അതിനാദ്യം മണല് ചാണകപ്പൊടിയും മണ്ണ് ഇതെല്ലാം ഉപയോഗിച്ച് ചാർജിങ്ങിലും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ അതിനെ വേറെ ഇതിലേക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിനെ ഒരു പ്രത്യേക ഡയറക്ഷൻ ചാണകപ്പൊടി മറ്റേതൊക്കെ പിന്നെ കോക്ക്പീറ്റ് പിന്നെ നാളികേരത്തിന്റെ ഇത് വരുന്നുണ്ട്. അത് പിന്നെ മണൽ കൂടി ചേർത്തിട്ടാണ് ഇതിന് സെപ്പറേറ്റ്. ഇതിപ്പോ ഞാൻ ട്രയൽ ബേസ് വെച്ച് കണക്കാൻ ഇതിനെ വളരെ പ്രോപ്പറായിട്ട് നോക്കാനായിട്ട് വെച്ചിട്ടാണ്. പിന്നെ അതിൽ നിന്നാണ് ഞാൻ പിന്നെ എന്ത് വരുന്നത് ചെടികൾ വലുതായിട്ട് പിടിച്ചിട്ടും പിന്നെ ഈ ലെവലിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിൽ നിന്നാണ് ഒന്നുകൂടി വലുതായി കഴിഞ്ഞാല് ചെടികൾ വലുതായി കഴിഞ്ഞാല് പിന്നെ അങ്ങോട്ട് വയ്ക്കും. ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കി ക്രമേണ ഉണ്ടാക്കിയ ചെടികളാണ്. പിന്നെ ഇവരെ നമ്മുടെ സ്റ്റാഫുകളുടെ നിർദ്ദേശപ്രകാരം ഞാൻ അവിടെ കുന്നോളം നമ്മളെ ടവറിനോട് കൊണ്ടുവച്ചു. ഘട്ടഘട്ടമായിട്ടുള്ള പ്രവർത്തനം. പഠിച്ചു പോയി അത് മനസ്സിലാക്കി സമയമെടുത്ത് അതിന് പരിചരണം കൊടുത്ത് അന്തരീക്ഷം ഒരുക്കിയിട്ട് കൊണ്ടുവരാണ്. മലായ സ്ഥാപനയുടമയുടെ വീട്ടിലുള്ള മനോഹരമായ അലങ്കാര സസ്യശേഖരത്തെക്കുറിച്ച് അറിഞ്ഞാണ് നഗരസഭാ അധികൃതർ സ്വച്ഛ് സർവേക്ഷൺ 2025-26 ശുചിത്വ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ സമീപിച്ചത്. ഹൃദയപൂർവ്വം പദ്ധതിയുമായി സഹകരിച്ച ഇദ്ദേഹം ജീവനക്കാരുടെ കൂടി പിന്തുണയിൽ ഏകദേശം 2 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് മലായ ജംഗ്ഷന് മുന്നിലായി ഗ്രീൻ സോൺ സജ്ജമാക്കി. സ്റ്റാഫിന്റെ സമ്പൂർണ്ണ പിന്തുണയിലാണ് ഗ്രീൻ ഗാർഡിന്റെ പ്രവർത്തനം. നഗരസഭയുടെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിന് ഇത്രയധികം എക്സ്പെൻസീവ് ആണ് എങ്കിലും സൗന്ദര്യവൽക്കരണത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മലായ ഗോൾഡ് ഇന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ചില സാമൂഹിക രോഗികളുടെ ചില ശല്യം കാരണം ചില ചെടി നശിപ്പിക്കലും ചട്ടികൾ നശിപ്പിക്കലൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ വിപുലീകരിക്കാനുള്ള ഉദ്ദേശം ഞങ്ങൾക്കുണ്ട്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് അത് നടക്കുന്നത്. കൂടുതൽ പൊതുജനങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. കുന്നംകുളം നഗരസഭയുടെ എല്ലാ ഭാഗങ്ങളിലും കൂടുതൽ സൗന്ദര്യവൽക്കരണവും ഭംഗിയും വർദ്ധിപ്പിക്കാൻ ഞങ്ങളും ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കണം. നമ്മുടെ സിറ്റിയിലെ ഹൃദയഭാഗത്തൊരു പൂന്തോട്ടം നവീകരിക്കാൻ മലായ ഗോൾഡൻ ഡയമണ്ട്സുമായി ബന്ധപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ MD അബൂബക്കർ സാറ് എടുത്ത ഒരു തീരുമാനത്തിന് പൂർണ്ണ പിന്തുണയാണ് സ്റ്റാഫ് എന്ന നിലക്ക് ഞങ്ങളെല്ലാവരും കൊടുത്തത്. മുനിസിപ്പാലിറ്റി ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ വേറൊന്നും നമ്മൾ ആലോചിച്ചില്ല. സാറിന് ഗാർഡനിങ് താല്പര്യമുള്ളതുകൊണ്ട് നമ്മുടെ എല്ലാ സ്റ്റാഫുകളുടെയും പിന്തുണയോട് കൂടിയിട്ട് കുന്നംകുളത്ത് ഇത്രയും ഭംഗിയുള്ള ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഇത്രയും ഭംഗിയുള്ള ഒരു ഗാർഡൻ ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിച്ചതിൽ മലയാള സ്റ്റാഫുകൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പൊതുജനങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അത് അത്രയും ഭംഗിയിൽ കൊണ്ടുപോകാൻ എല്ലാവരുടെ സഹകരണം ആവശ്യമുണ്ട്.
തായ്ലൻഡ്, ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സസ്യങ്ങളാണ് പ്രധാനമായും ഇവിടെയുള്ളത്. സുരക്ഷയും പരിപാലനവും വെല്ലുവിളിയാണെങ്കിലും മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടില്ലെന്നും ഇതിന് പിന്തുണ നൽകിയ നഗരസഭാധികൃതർക്ക് നന്ദി അർപ്പിക്കുന്നതായും മലായ MD അബൂബക്കർ ഹാജി വ്യക്തമാക്കി. കുന്നംകുളം നഗരസഭയുടെ ക്ലീൻ സിറ്റിയുടെ ഭാഗമായി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നിർദ്ദേശം വരികയും ആ നിർദ്ദേശം വരുവാനുള്ള കാരണം എൻ്റെ ഗാർഡനെ പറ്റിയുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് അവർ മുനിസിപ്പാലിറ്റി അധികൃതർ കാണുകയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇത് പ്രകാരം അവർ എന്നോട് റിക്വസ്റ്റ് നടത്തി നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലത്ത് ഗാർഡൻ ഫിക്സ് ആക്കാനായിട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നമ്മളുടെ സ്റ്റാഫിനായിട്ട് ഞാൻ കൂടി ആലോചിച്ചു, മലയ ഗോൾഡിൻ്റെ സ്റ്റാഫിനായിട്ട് ആലോചിച്ചു. അപ്പോൾ അവരെ കൂടി നിർദ്ദേശം വരും, അവിടുന്ന് കുറച്ച് ചെടികൾ ഇവിടെ എടുത്ത് കൊടുത്ത് വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നൊരു അഭിപ്രായമാണ്. ആ ഒരു ഗാർഡനിൽ നിന്ന് കുറച്ച് ചെടികളും കാര്യങ്ങളും എടുത്ത് ഇവിടെ കൊടുന്ന് വെക്കാൻ കാണും. ഏകദേശം 100-ൽ പരം ചെടികൾ ആ സമയത്ത് കൊടുന്ന് വെക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ നിർദ്ദേശങ്ങളും ഇതിന്റെ സപ്പോർട്ടുകളും കാര്യങ്ങളും കിട്ടിയ കുന്നംകുളം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സൗമ്യ അനിൽ, വൈസ് ചെയർമാൻ ജയപ്രകാശ്, സെക്രട്ടറി മനോജ്, CCM രഞ്ജിത്ത് സാറ് വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. ഇതിങ്ങനെ സെറ്റ് ചെയ്യാനും പിടിക്കാനൊക്കെ ആയിട്ടും അവരോടൊക്കെ ഈ സന്ദർഭത്തിൽ ഞാൻ ഒരു നന്ദിയും കൂടി രേഖപ്പെടുത്തുകയാണ്. അല്പം കൂടി ഈ ഗാർഡൻ വിപുലീകരിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. സാമൂഹിക പ്രതിബദ്ധതയിൽ എക്കാലവും മലായ നിലനിൽക്കുമെന്നതിന്റെ മറ്റൊരു സാക്ഷ്യം കൂടിയാവുകയാണ് നഗരത്തിന് നറുമണം പകരുന്ന ഈ മനോഹര പൂന്തോട്ടം.